കോഴിക്കോട് പേരാമ്പ്രയിൽ പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധന ചോർച്ച, സമീപത്തെ കിണറുകളിലും ജലസ്രോതസ്സുകളിലും ഹൈഡ്രോ കാർബണിന്റെ അംശം കണ്ടെത്തിയതോടുകൂടി വലിയ ആശങ്കയിലാണ് മുയിപ്പോത്ത് നിവാസികൾ. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, വലിയ ആശങ്കയിൽ തന്നെയാണ് പ്രദേശവാസികൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം പോലും മുട്ടുന്ന ഒരു സ്ഥിതിയാണ്. വലിയ ഒരു ആശങ്ക അവർക്ക് ഉണ്ടാകും. എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? എന്താണ് അധികൃതർ സ്വീകരിക്കുന്ന നടപടി? രാഖി കൃഷ്ണരാജ്, അതായത് ഈ സംഭവം എന്ന് പറയുന്നത് ഈ മുയിപ്പോത്ത് ഭാഗത്ത് ഒരു ഗ്രാമീണ മേഖലയാണ്. കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് മുയിപ്പോത്ത്. ഈ മുയിപ്പോത്ത് ഭാഗത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. ഈ പെട്രോൾ പമ്പിൽ നിന്ന് ഈ പെട്രോൾ അടിച്ച സമയത്ത് ഈ പെട്രോളിൽ വെള്ളം കലർന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ പമ്പുടമ ആരും അറിയാതെ ഈ വെള്ളം കലർന്ന പെട്രോൾ തൊട്ടടുത്ത തോട്ടിലേക്ക് ഒഴുക്കി കളഞ്ഞു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇങ്ങനെ ഒഴുക്കി കളഞ്ഞതിന് ശേഷമാണ് ഈ പ്രദേശത്തെ ഈ കിണറുകളിലും തോടുകളിലും ഒക്കെ ഹൈഡ്രോ കാർബണിന്റെ അളവ് ക്രമാതീതമായി ഉയരുന്നത് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ തന്നെ വലിയ ജനരോഷം ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ പെട്രോൾ പമ്പിനെതിരെ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ പ്രദേശവാസികൾ തന്നെ ചേർന്ന് ഇവിടെയുള്ള ജലസ്രോതസ്സുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പരിശോധനയിൽ 3.4% അധികം ഈ ഹൈഡ്രോ കാർബണിന്റെ അളവ് ഈ ജലസ്രോതസ്സുകളിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ കുടിവെള്ളത്തിലൂടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഈ പ്രദേശത്തുള്ള 100ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. ഈ ഭാഗത്തുള്ള കിണറുകളിലും മറ്റുമൊക്കെ ഇതിന്റെ അംശം ക്രമാതീതമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഈ പമ്പിന് മുന്നിൽ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു, പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികൃതർ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഒരു അനങ്ങാപ്പാറ നിലപാടാണ്. അതായത് ഈ പെട്രോൾ പമ്പിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഈ കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു തൊട്ടടുത്ത വീടുകളിൽ നിന്നൊന്നും തന്നെ കുടിവെള്ളം ശേഖരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇവരത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം റിപ്പോർട്ട് ഇവർ ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഈ അംശം ക്രമാതീതമായി ഉയരുന്നത് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ പെട്രോൾ പമ്പിലും മറ്റുമൊക്കെയായി വലിയ പ്രതിഷേധവും ധർണയും ഒക്കെ സംഘടിപ്പിക്കാനാണ് ഈ പ്രദേശവാസികളുടെ നീക്കം. അതിനു മുൻപ് തന്നെ അധികൃതർ ഈ വിഷയത്തിൽ ഒരു കാര്യമായ ഇടപെടൽ നടത്തണമെന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് ഈ പ്രദേശം മുയിപ്പോത്ത് നിവാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രാഖി കൃഷ്ണരാജ്.